ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ബജറ്റ് ഫ്രണ്ട്ലി ആയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 3 വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ. മനസ്സിനിണങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനു പുറമെ ട്രെൻഡി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ചോറോട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഓണസമ്മാനമായി പുതിയ ഓഫീസ് കെട്ടിടം ഒരുങ്ങുന്നു. കൈനാട്ടിയിലുണ്ടായിരുന്ന സ്വന്തം കെട്ടിടം ദേശീയപാത നിർമ്മാണത്തിനായി പൊളിച്ചു മാറ്റുകയായിരുന്നു. ചേന്നമംഗലം ക്ഷേത്രത്തിന് സമീപം ഗ്രാമപഞ്ചായത്തിന്റെ സ്വന്തമായുള്ള സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 5 കോടി രൂപ ചെലവിൽ മീറ്റിംഗ് ഹാൾ, ലിഫ്റ്റ്, കൃഷി ഓഫീസ് എന്നിവ കെട്ടിടത്തിൽ പ്രവർത്തിക്കും. സെപ്റ്റംബർ 13 പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ചേന്നമംഗലം LP സ്കൂളിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം വടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ഇത് മാത്രമല്ല, ഒരു ആയുർവേദ ആശുപത്രിക്ക് ഗ്രാമപഞ്ചായത്തിലെ കെട്ടിടം വരാൻ വേണ്ടി പോവുകയാണ്. ഹോമിയോ ഡിസ്പെൻസറി ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല. ഹോമിയോ ഡിസ്പെൻസറി ചോറോട് ഗ്രാമപഞ്ചായത്തിൽ താൽക്കാലിക കെട്ടിടത്തിലാണെങ്കിലും വരാൻ വേണ്ടി പോവുകയാണ്. ഈ തരത്തില് ഓരോ വികസനങ്ങളും എണ്ണി പറയാവുന്ന രീതിയിലേക്ക് ഈ ഒരു ഭരണസമിതിയുടെ അവസാനം ആക്കുമ്പോഴത്തേക്കും ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 13-ാം തീയതി ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം നമ്മുടെ തദ്ദേശ മന്ത്രി നിർവഹിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ഈ ഒരു ബിൽഡിംഗ് വരുമെന്നുള്ള ആശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP ചന്ദ്രശേഖരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അവിടെയുള്ള പരമാവധി സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി ആ പ്ലാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്യോഗസ്ഥരും എഞ്ചിനീയർമാരും ഒക്കെ പരിശോധിച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നമ്മൾ ആരംഭിച്ചത്. വളരെ ധൃതി പിടിച്ച് എത്രയും പെട്ടെന്ന് എന്നാൽ അത് പൂർത്തിയാക്കിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യണം എന്നായിരുന്നു നമ്മൾ തീരുമാനിച്ചത്. വൈസ് പ്രസിഡന്റ് രേവതി പെരുവാണ്ടിയിൽ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള പൂവേരി, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ മധു കുറുപ്പത്ത്, അഡ്വക്കേറ്റ് നജ്മൽ PTK, ഇക്ബാൽ VC, KM നാരായണൻ, അനിൽകുമാർ, O ബാലൻ, ശ്രീധരൻ, VP ശശി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KM വാസു, പഞ്ചായത്ത് സെക്രട്ടറി സതീഷ് കുമാർ KV എന്നിവർ പ്രസംഗിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C നാരായണൻ കമ്മിറ്റി പാനൽ അവതരിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ജിഷ പനങ്ങാട്ട് നന്ദി പറഞ്ഞു. ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ.